ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇപ്പോൾ സമയം രാവിലെ 5:15 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലോട്ടാട്ടോ ഈ പോകുന്നത്. സോ ഇന്ന് ഞങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫ്സിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊച്ചിയിലോട്ടാണ് പോകുന്നത്. സോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കൊച്ചിയിലോട്ട് പോകുന്നത്. രാവിലെ എണീറ്റോണ്ട് തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. കിടന്നപ്പോഴും ലേറ്റ് ആയി. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒരു ചായക്കടയിൽ നിർത്തി മുത്ത് എനിക്ക് ചായയും പഴംപൊരിയും വാങ്ങി തന്നു. അപ്പോൾ അത് കഴിച്ചിട്ടാട്ടോ ഞാൻ യാത്ര തുടങ്ങുന്നത്. ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കാത്ത് എൻ്റെ ഫ്രണ്ട്സ് അവിടെ നിപ്പുണ്ട്. കാര്യം കറക്റ്റ് 5:55 ട്രെയിൻ എടുക്കും. ഞാൻ ജനശതാബ്ദിയിലാട്ടോ പോകുന്നത്. ശരിക്കും ഞാൻ ചായയൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാ ഇറങ്ങിയെങ്കിലും പക്ഷേ ചായ കുടിക്കാതിരുന്നെങ്കിൽ ഇന്ന് ഞാൻ തലവേദന എടുത്ത് പൊളഞ്ഞേനെ എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എനിക്കിപ്പോൾ ചെറുതായിട്ട് മൈഗ്രെയിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോഴേക്കും അവിടെ എൻ്റെ ഫ്രണ്ട്സ് മെറീഷയും കാർത്തികയും സജീവേട്ടനും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴേക്കും അവരും ചായയൊക്കെ കുടിച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, എന്നെ വെയിറ്റ് ചെയ്ത്. സോ ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിൻ ആ സമയത്തേക്കും എടുക്കാറായി. അങ്ങനെ ഞങ്ങൾ ഓടി ട്രെയിനിലോട്ട് കയറുക. കറക്റ്റ് 5:55 എന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും കൊച്ചിയിലൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ട്രെയിനിങ്. 9:30 അവിടെ എത്തണം. ട്രെയിൻ അവിടെ 9:15 ആകുമ്പോഴേക്കും ആയിരിക്കും എത്തുക. നമുക്ക് എന്തായാലും ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി. കുറച്ച് നേരം നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് വേറൊന്നുമല്ല, സമൂസ ആട്ടോ കഴിച്ചത്. ഞങ്ങളുടെ ചേട്ടന്മാർ, അതായത് ഞങ്ങളുടെ മാനേജേഴ്സ് ഞങ്ങൾ ചേട്ടന്മാരെന്നാണ് വിളിക്കുന്നത്. ചേട്ടന്മാരെ നമുക്ക് സമൂസയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിരുന്ന് ട്രെയിനിൽ കുറച്ച് നേരം ഇരുന്ന് കഴിച്ച് കുറച്ച് നേരം ഉറങ്ങി പാട്ടൊക്കെ കേട്ട് അങ്ങനെയാണ് ആ രാവിലെ മൊത്തം ഭയങ്കര ബോറടിയായിരുന്നു. ഒന്നാമത്തെ കാര്യം ഉറക്കം തീരെ ശരിയായില്ല. പിന്നെ തലവേദന. അപ്പോൾ മൊത്തത്തിൽ ഒരു സുഖക്കുറവുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞൊന്ന് മയങ്ങി എണീറ്റപ്പോഴേക്കും എറണാകുളം എത്തി. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ആ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ ഇനി കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമുക്കൊന്ന് പാളി. കാര്യം ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ 9:30 എത്തേണ്ട സ്ഥാനത്ത് നമ്മൾ 10 മണി 10:15 എന്തോ ആയിട്ടാട്ടോ ഞങ്ങൾ ട്രെയിനിങ്ങിൽ എത്തുന്നത്. സാറ് നല്ല കലിപ്പിലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഊബർ വിളിക്കാൻ നോക്കി. അതൊന്നും കിട്ടണമില്ല. ഓട്ടോ വിളിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു അവരങ്ങോട്ട് പോകത്തില്ലാന്ന്. അങ്ങനെ നമ്മൾ നേരെ മെട്രോയിലോട്ട് പോയി. ഞാൻ മെട്രോയിൽ കയറിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈം ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴാട്ടോ കയറുന്നത്, ഗേൾസ് ട്രിപ്പ് പോയപ്പോൾ. ദ സെക്കൻഡ് ടൈം ഞാൻ ദാ ഇവിടെ കൊച്ചിയിൽ വന്നിട്ടാണ് ഞാൻ മെട്രോയിലോട്ട് കയറുന്നത്. എന്താണ് എന്തോ ഒരു പ്രത്യേക സന്തോഷാ ഇങ്ങനെ വരുമ്പോൾ. അതും മെട്രോയിൽ കയറുമ്പോൾ. എനിക്കുണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് എന്റെ കൂടെ ഉള്ളവർക്കും ഉണ്ടായത് കണ്ടപ്പോൾ എനിക്കും ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എത്തി. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ. ഈ ട്രെയിനിൽ ഞങ്ങൾ ചെന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആ ട്രെയിനിങ് നടക്കുന്ന ഹോട്ടലും വന്നിട്ട്. അധികം ജസ്റ്റ് കുറച്ച് നടക്കേണ്ടതേ ഉള്ളൂളായിരുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ക്ലിപ്സ് ഒന്നും അതിനകത്ത് വെച്ച് എടുത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10 മണി മുതൽ 6 മണി വരെയാണ് ട്രെയിനിങ് സെഷൻ ഉള്ളത്. ആ ടൈം ഫുള്ള് നമ്മൾ അവിടെ ആയിരുന്നു. നമുക്ക് ഫോൺ എടുക്കാനോ അങ്ങനെ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഫുള്ള് ട്രെയിനിങ് ആയിരുന്നല്ലോ. പിന്നെ കുറച്ച് ലഞ്ച് ബ്രേക്കും അങ്ങനത്തെയൊക്കെ കുറച്ച് ടൈം കിട്ടി. പക്ഷേ അല്ലാണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫ്രീ ടൈം ഒന്നും കിട്ടാത്തത് കൊണ്ടും പ്രത്യേകിച്ച് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒത്തിരി അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് പറ്റുന്ന കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തത് ഫുഡ് ഇരിക്കുന്നതൊക്കെയാണ്. ഞാൻ അപ്പവും പൊറോട്ട പിന്നെ ചിക്കൻ്റെ പെരട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ എടുത്തത്. പിന്നെ വീണ്ടും ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്തു. നമുക്ക് 6 മണി എന്നുള്ളത് ഒരു 6:20 വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 6:30 വരെ അടുപ്പിച്ചുണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു ട്രെയിനിങ് സെഷനായിരുന്നു. നമുക്ക് പേഴ്സണലി കുറേയൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. ഓക്കെ. ദെൻ അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ മെട്രോയിലാട്ടോ വെച്ച് വിട്ടത്. കാര്യം നമ്മുടെ ട്രെയിനിന്റെ ടൈം വന്നിട്ട് 7:20 അതും ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ദേ ഭാരതിലാണ് പോകുന്നത്. എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു വന്ദേ ഭാരതിലൊന്ന് കയറണം എന്നുള്ളത്. വിത്ത് ഫുഡ് എടുത്ത് ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. നമ്മൾ ഫുള്ള് കമ്പനി എക്സ്പെൻസിലാട്ടോ പോകുന്നത്. സോ വിത്തൗട്ട് ഫുഡാണെങ്കിലും നമുക്കൊന്ന് വന്ദേ ഭാരത് എങ്ങനെയാണ് എന്നൊന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. സോ എൻ്റെ മുഖത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു ട്രെയിൻ കാണാനും കേറിയിരിക്കാനും ഒന്ന് സഞ്ചരിക്കാനും ഒക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാര്യം മേ ബി രാത്രി പോയത് കൊണ്ടാവണം. കാര്യം പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചു നല്ല തണുപ്പൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ കേറുന്നത്. പക്ഷേ തണുപ്പെന്ന് പറയണ സാധനം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഒട്ടും തണുപ്പില്ലായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് അവിടെ നമ്മള് പ്ലഗ് നോക്കി. ഫോണില് ചാർജ് ഇല്ല. അപ്പം ചാർജ് ചെയ്യാൻ വേണ്ടി പ്ലഗ് നോക്കിയിട്ട് ഒരു സ്ഥലത്തും കാണാനില്ല. അവസാനം വെള്ളം കൊണ്ടുവരുന്ന ഒരു ചേച്ചിയെടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചിയാ പറഞ്ഞത് നമ്മുടെ സീറ്റിന്റെ അടിഭാഗത്തില്ലേ അവിടെയാണ് ഉള്ളേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളങ്ങനെ കൊടുത്തു. പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈം നമുക്ക് ഈവനിങ് കിട്ടാത്തത് കൊണ്ട് മെറീഷ കൊണ്ടുവന്ന ഒരു ക്യാരറ്റ് പുഡിംഗ് ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അതാട്ടോ ഞങ്ങൾ ഞങ്ങടെ ഡിന്നറായിട്ട് ഇന്ന് കരുതി കഴിച്ചത്. ഞങ്ങൾ 3 പേരും കുറച്ച് നേരം വിശപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നു തുടങ്ങി. അപ്പൊ പിന്നെ നമ്മൾ അവിടെ ക്യാരറ്റ് പുഡിങ്ങും കഴിച്ചൊന്ന് ഒന്ന് ആസ്വദിച്ച് ചില്ലടിച്ചിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവെ അങ്ങനെ ക്യാരറ്റിന്റെ സാധനങ്ങളോടൊന്നും ഭയങ്കര ഒരു കമ്പമില്ലാത്ത പക്ഷെ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു. ട്രെയിൻ ഒരു 10, 10:30 ആയപ്പോഴേക്കും കേട്ടോ തമ്പാനൂർ എത്തിയായിരുന്നു. അപ്പോ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്നെ മുത്ത് വിളിക്കാൻ വന്നു. അവരെയും അവരുടെ പേരൻറ്സും ഒക്കെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ഒരു കുട്ടി വ്ലോഗാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ കൊച്ചിയിൽ പോയ ഒരു കുട്ടി എക്സ്പീരിയൻസ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബായ്.